السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. Wisdom World Preschool Network and Maiman Academy നടപ്പാട്ടങ്ങനത്തെ റമദാൻ ഖുർആൻ ക്ലാസ്സിലെ 21-ാമത്തെ നാളിലെത്തിക്കിടുന്നങ്ങ സൂറത്തു യാസീന്റെ അവസാന ഭാഗത്ത് കാണുന്ന പ്രവേശിച്ചിട്ടുള്ളേ. അല്ലാഹു തആല മനുഷ്യന്മാർ ചിന്തിക്കുകങ്ങനത്തെ പല നമുക്കുള്ളങ്ങനത്തെ ദൃഷ്ടാന്തങ്ങളെ ചൊന്നാൽ പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പഠിപ്പാട്ടി അങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇനൊന്നും സാധാരണ കവിമാര് കൽപ്പനയിൽ നിന്നിട്ട് എടുത്തിട്ടുള്ളങ്ങനത്തെ ഭാവനയുടെ അടിസ്ഥാനത്തിൽ ചൊല്ലങ്ങനത്തെ ഷിഅർ അല്ല എന്ന് അല്ലാഹു തആല ചൊന്ന. അതിൽ പിന്നെ അല്ലാഹു തആല നമുക്കാക്കി ഇങ്ങനത്തെ ഒരു വലിയ നിഅമത്തിനെ ആണ് എടുത്തു ചൊന്നെ. നിങ്ങൾക്കു നാന് പല മൃഗങ്ങളെ ഞാൻ എന്താക്കി തന്നനെ, നിങ്ങൾക്കായിട്ട് ഞാൻ പടച്ചു തന്നിട്ട് അത് നിങ്ങളെ അണ്ടറിൽ പണ്ടതുപോലെ ഞാൻ ആക്കിരെ. ആ അണ്ടറിൽ പണ്ടത് കൊണ്ടിട്ട് നിങ്ങൾക്ക് അതിലെ വാഹനമായിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കുകയുള്ളൂ, അതിലെ മാംസമായിട്ട് നിങ്ങൾക്ക് ഭക്ഷിക്കുകയുള്ളൂ. അതിൽ വേറെ പല നമുക്കുള്ള ഉപകാരം കൊണ്ടു, അതിലെ രോമങ്ങളെ കൊണ്ടിട്ടു, അതിലെ ചർമ്മങ്ങളെ കൊണ്ടിട്ടു വേറെ പല ഉപകാരങ്ങളുണ്ടു. മഷാരിബു പാനീയങ്ങ നല്ല പാലിന്റെ അങ്ങനത്തെ പാല് കൊണ്ടിട്ട് എന്തെല്ലാം തരത്തെ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുക അവിടെ. അങ്ങനെ വലിയ ഒരു ഉപകാരമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് മൃഗങ്ങളെ ഞാൻ എന്താക്കി തന്നരെ, നിങ്ങൾ അണ്ടറിലാക്കി തന്നരെ. അഫലാ യഷ്കുറൂൻ, ഇതൊക്കെല്ലാം നിങ്ങൾ ശുക്രാക്കില്ലേ എന്ന് അല്ലാഹു തആല വളരെ ചിന്തിപ്പിക്കണങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലാഹു തആല കേട്ടെ. മൃഗങ്ങൾക്കു നിങ്ങ ഭക്ഷണം കൊടുത്തിട്ടു അതിനെ നല്ലോണം പരിപാലനാക്കുമ്പോ ആ മൃഗങ്ങ നിങ്ങൾക്ക് ഇപ്പറ അനുസരണ ആക്കണു, നിങ്ങൾക്ക് വേണായ സ്വറങ്ങെല്ലാം ആക്കി തരണു, നിങ്ങൾക്ക് വേണായ ഉപകാരങ്ങൾ ആക്കി തരണു എന്നാണ് നിങ്ങൾ വിചാരിക്കണേ. ആ രൂപത്തില് അത് ആക്കി തറക്കു, നിങ്ങൾക്ക് വേണായ ഉപകാരങ്ങൾ ആക്കി തണ്ട രൂപത്തിൽ അല്ലാഹു തആല എന്താക്കിറ ആ മൃഗങ്ങളെ നിങ്ങൾക്ക് ഒഗ്ബാട്ടി തന്നറ. ആ മൃഗങ്ങ നിങ്ങ നല്ല പോഷണാക്കുമ്പോ നിങ്ങൾക്ക് അത് നന്ദി കാട്ടില്ലേണ്ടായെങ്കിൽ, ശുക്ർ കാട്ടില്ലേണ്ടായെങ്കിൽ, നിങ്ങൾക്ക് വേണ ഉപകാര കാട്ടില്ലേണ്ടായെങ്കിൽ നിങ്ങൾ എത്ര അർസമുണ്ട്. നിങ്ങൾ അത് എന്തൊരു തരത്തെ ഒരു അന്യായ അല്ലെങ്കിൽ ഒരു അക്രമമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിൽ പിന്നെ നിങ്ങളെല്ലാ രൂപത്തിലും പരിപാലനാക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ റബ്ബുകു, ആ റബ്ബുകു നിങ്ങൾ ശുക്രാക്കില്ലെങ്കിൽ അത് എത്ര വലിയൊരു ദുൽമായിട്ടിക്കറി, എത്ര വലിയൊരു അക്രമായിട്ടിക്കറിട്ടാണ് അല്ലാഹു തആല കൂടെ ഞങ്ങളെ ചിന്തിപ്പിക്കണേ. എന്ന് മാത്രല്ല പിന്നൊരു കാര്യം കൂടിയാണ് അല്ലാഹു ചിന്തിപ്പിക്കണേ. നെക്സ്റ്റ് ആയത്തിൽ ഞങ്ങൾ ചൊന്നതുപോലെ മൃഗങ്ങൾക്കു ഞങ്ങ അതിന് നല്ല ഫുഡെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ബൽത്തുമ്പോ ഒരു പൈഡ് ഞങ്ങൾ നല്ല ചന്തത്തിൽ ഞങ്ങൾ ബൽത്തിയാണ്ട് വരിക്കും. ആ പൈ പാൽ തന്നങ്ങനത്തൊരു പൈ ഞങ്ങൾക്കു പാൽ തരാൻട്ടെ വേറൊരുത്തക്ക് പാൽ കൊടുത്തിട്ട് വരിക്കും. ഞങ്ങ പാൽ കറക്കും അത് കേക്കില്ല, വേറൊരുത്തക്കാണ് അത് പാൽ കൊടുക്കണേണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരത്തേക്ക് വരാൻട്ടെ വേറൊരുത്തര ഉപകാരത്തേക്ക് മാത്രമാണ് അത് പോണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എത്ര അർസം വരും. അതായത് ബൽത്യോണ്ടുള്ളവനുക്ക് നന്ദി കാട്ടാൻട്ടെ വേറെ ആർക്ക നന്ദി കാട്ടിയെങ്കിൽ വേറെ ആരുടെ വലിയ ഹാജാക്കിട്ട് അല്ലെങ്കിൽ വലിയൊരു സംഗതിയായിട്ട് ആക്കിയിട്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അർസമുണ്ട്. എന്നാൽ അതേ രൂപത്തിലുള്ള ദുൽമായിട്ടിക്കറ്, അക്രമമായിട്ടിക്കറ് റബ്ബായ അള്ളാഹുവൊട്ടിಗೆ ചില മനുഷ്യന്മാർ കാട്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് അള്ളാഹു താല ചൊന്നിട്ടുള്ളേ. ഈ മനുഷ്യന്മാരെ എല്ലാ രൂപത്തില് പരിപാലനാക്കിക്കൊണ്ടുള്ള അള്ളാഹുടെ ഇലാഹാക്കിടത് വിട്ടിട്ടു വേറെ ഏതെല്ലാം സംഗതിയിൽ ഇലാഹാക്കി വെച്ചിരാറ്. ഷെയ്ത്താന്മാരെ ഇലാഹാക്കി വെച്ചിരാറ്. വിഗ്രഹങ്ങളെ ഒരു ഉപകാരത്തേക്ക് പറയാത്തങ്ങനത്തെ മൂർത്തിങ്ങളെ വിഗ്രഹങ്ങൾ ആക്കി വെച്ചിരാറ്. വേറെ ഏതോ സംഗതികളിട്ടായിട്ടിരിങ്ങ നന്ദി കാട്ടിയിട്ടുള്ളേ. ഒരു ഉപകാരവും ആക്കാത്തങ്ങനത്തെ
ഓരോ മൂർത്തിങ്ങളൊട്ടിക്കും ഷെയ്ത്താമാരൊട്ടിക്കുമായിട്ടിക്കരിങ്ങ നന്ദി കാട്ടിയിട്ടുണ്ടില്ല, ശുക്ർ കാട്ടിയിട്ടില്ല, അങ്ങ് ചൊന്ന പോലെ ആയിട്ടിക്കറി കേട്ടോണ്ടില്ല, അള്ളാഹു ചൊന്ന പോലെ കേട്ടോണ്ടില്ല എന്നാണ് നെക്സ്റ്റ് അള്ളാഹു താല ചൊന്നിട്ടില്ലേ. واتخذوا من دون الله آلهة لعلهم ينصرون. ഈ മനുഷ്യന്മാർ കാഫിരീങ്ങൾ അങ്ങ് സ്വീകരിച്ചാറ് മിന്ദൂനില്ലാഹി അള്ളാഹുടെ വിട്ടിട്ടു ആലിഹത്തൻ വേറെ പല ദൈവങ്ങളെ അങ്ങ് സ്വീകരിച്ചിറാറ്, വേറെ പല ദേവറുമാർ അങ്ങ് സ്വീകരിച്ചിറാറ്. എന്തിക്കാണ് ഇങ്ങനെ ഉദ്ദേശം എന്തര ഇങ്ങനെ വേറെ പല ദേവറുമാർ സ്വീകരിക്കുമ്പോൾ അല്ലഹും യുൻസറൂ നിങ്ങൾക്ക് എന്താ ഹെൽപ്പ് കിട്ടും ചൊന്നിട്ടിങ്ങ സ്വീകരിച്ചിറാറ്. ആ ദേവറുങ്ങൾ നിന്നിട്ട് ഇങ്ങക്ക് ഉപകാരം കിട്ടുമെന്ന് ചൊല്ല ഉദ്ദേശത്തിലാണ് ഇങ്ങ എന്താക്കിയത് വേറെ പല ദേവറുമാരെ സ്വീകരിച്ചത്. നിങ്ങൾ നോക്കൂ, അള്ളാഹു അല്ലാത്ത വേറെ ദേവറുങ്ങളെ പൂജാക്കട എല്ലാ കാഫിരിങ്ങളെ അങ്ങനെ മനസ്സിലുള്ള വലിയ ലക്ഷ്യ ഉപകാര കിട്ടുന്നത് ചൊല്ലായിട്ടിക്കറ്. ജീവിതത്തിൽ ഉപദ്രവം ഇല്ലാണ്ടാവണം, ഉപകാരം കിട്ടണുണ്ട്. അല്ലാണ്ട് നന്റെ പടച്ച ഒരു ദേവരായിട്ടിക്കറ, നന്റെ എല്ലാം ദേവരായിട്ടിക്കറ ആ രൂപത്തിൽ നിന്നാണ് നക്ക് ആ ദേവറുgu ആരാധന ആക്കടെ നന്റെ ഒരു കർത്തവ്യായിട്ടിക്കറ് എന്ന നിലക്കാറും കൂടെ മുസ്ലിം അല്ലാത്ത ആറും കൂടെ എന്താക്കിയോണ്ടില്ല, ആരാധന ആക്കിയോണ്ടില്ല. മുസ്ലിമേത്തറായിട്ടില്ല ആർട്ട നിങ്ങൾ ഒന്ന് മുണ്ടി നോക്കൂ. എന്തിനാണ് നിങ്ങളെ ദേവറ് നിങ്ങ പൂജ ആക്കടെ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന ഉപകാരം ആ ദേവർ കൊണ്ട് കിട്ടറ്, ലക്ഷ്മി ദേവർ കൊണ്ടിട്ട് ഇന്ന ഉപകാരം കിട്ടറ്, പിന്നെ സരസ്വതി ദേവർ കൊണ്ട് ഇന്ന ഉപകാരം കിട്ടറ്, ശിവദേവർ കൊണ്ട് ഈ ഉപകാരം കിട്ടറ്, ആ ദേവർ കൊണ്ട് ഈ ഉപകാരം കിട്ടറ്. ഇങ്ങനെ ഓരോ ദേവർ കൊണ്ട് കിട്ടുന്നത് ഉപകാരം ചെന്നിട്ടാണ് മനുഷ്യന്മാരുടെ എന്താക്കിയോണ്ടില്ലേ, പൂജ ആക്കിയോണ്ടില്ലേ. യഥാർത്ഥത്തിൽ വലിയൊരു മൂർഖത്തനായിട്ട് ആറും ഈ സംഗതികൊന്നും വല്ല ഉപകാരാക്കണേ. പ്രത്യക്ഷത്തിൽ അങ്ങ് തോന്നിപ്പിക്കടാണ്, ഷെയ്ത്താന് തോന്നിപ്പിക്കടേ. എല്ലാ ഉപകാരവും ഉപദ്രവവും എല്ലാം ഉണ്ടാക്കട ശക്തി സാമർത്ഥ്യ അത് അള്ളാഹു മാത്രാണുള്ളേ. അപ്പൊ ആ എല്ലാം നമുക്ക് ആക്കി തന്നോട്ടില്ല അള്ളാഹുവിട്ട ശുക്ർ കാട്ടാട്ടെ വേറെതെല്ലാം സംഗതികളൊട്ടികയായിട്ടിക്കറി മനുഷ്യന്മാർ ശുക്ർ കാട്ടിയോണ്ടില്ലേ, നന്ദി കാട്ടിയോണ്ടില്ലേ, നന്ദിയുടെ പ്രദർശനാക്കിയോണ്ടില്ലേ എന്നാണ് അള്ളാഹു താല. വത്തഖദു മിൻ ദൂനില്ലാഹി അള്ളാഹുടെ വിട്ടിട്ട് അങ്ങ് സ്വീകരിച്ചാർ ആലിഹത്തൻ കുറെ ഇലാഹുമാര് ലഅല്ലഹും യുൻസറൂൻ എന്തിക്ക് വേനായിട്ട് അങ്ങ് ഉപകാരം കിട്ടുക വേനായിട്ട്. പക്ഷേ ലാ യസ്തതിഊന നസ്റഹും അങ്ങനെ ഉപകാരാക്കുകയും അള്ളാഹു അല്ലാത്ത ദേവറുങ്ങു അള്ളാഹു അല്ലാത്ത ദേവറും ചൊല്ലങ്ങനത്തെ ഒരു സംഗതിക്കും സാധിക്കില്ല. ലാ യസ്തതിഊന അങ്ങ ദേവറു ചൊല്ലങ്ങനത്തെ ആ സംഗതിങ്ങൊന്നും സാധിക്കില്ല. നസ്റഹും ഇങ്ങനെ സഹായിക്കുക. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ ഈ മനുഷ്യന്മാർ ആ ദേവറുകുബേനായിട്ട് നല്ല സന്നദ്ധരായ സൈനികന്മാരെ പോലെ ഉള്ളാറ്. നിങ്ങൾ നോക്കൊരു എന്തൊരു ദൗർബല്യാണ് അള്ളാഹു അല്ലാത്തിങ്ങ ദേവറു ചൊല്ലെ ഓരോ മൂർത്തിങ്ങക്കും അതുപോലെ പിന്നെ വേറെ പല ദേവറും ചൊന്ന് പേര് ചൊന്നിട്ട് ഓരോ ദേവറുകൾ ചൊല്ലാറില്ല. അങ്ങനെ ഒരു ദൗർബല്യ നോക്കൂറില്ല. അങ്ങനെ സംരക്ഷണാക്കുബേനായിട്ട് ഇങ്ങ സന്നദ്ധ സൈനികന്മാരായിട്ട് ഇങ്ങനെ നിൽക്കണോട്. ഒരു ദേവസ്ഥാനത്തിൽ വെച്ചങ്ങനത്തെ ഒരു മൂർത്തിരെ ആറ് കട്ടുകൊമ്പാണ്ടിക്കുബേനായിട്ട് എത്ര ഒരു കാവലുമാണ് അങ്ങ് വെയ്ക്കുണായ അവസ്ഥ പണ്ടേ ಅದರ ಕಾಕೋಣಾಯ ದೇವರ ಮೇ ಕಾಕೋಣಾയ ഒരു അവസ്ഥയാണ്. എന്തൊരു മൂർഖത്തനായിട്ടിക്ക്. അപ്പൊ ഈ ദേവറും യഥാർത്ഥത്തിൽ ദേവറല്ല ചൊല്ലേക്ക് അതേ വലിയൊരു നിദർശനാണ്. ആ ദേവറുങ്ങു സ്വന്തം അങ്ങലമേ അങ്ങു കാക്കുകയില്ല അർത്ഥ. അങ്ങലമേ അങ്ങു സംരക്ഷണ ആക്കുകകളെ കൊണ്ട് സാധ്യമായിട്ടില്ല. പിന്നെ എങ്ങനെ അങ്ങ് ഇങ്ങനെ സംരക്ഷണ ആക്കട്ടെ, പിന്നെ എങ്ങനെ ഇങ്ങനെ സഹായിക്കണേട്ടാണ് അള്ളാഹു കേൾക്കുന്നത്. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ ആ ദേവറുങ്ങു ഈ മനുഷ്യന്മാരെ സന്നദ്ധ സൈനികരായിട്ട് ഇങ്ങനെ നിന്നിട്ടുള്ള അങ്ങനെ സംരക്ഷണ ആക്കുകയായിട്ട്. കൂടെ ഈ കാര്യങ്ങൾ അള്ളാഹു താല ചൊല്ലുമ്പോ നങ്ങ ചിന്തിക്കണു, മുസ്ലിമീങ്ങളായ നങ്ങ വേറെ മൂർത്തിങ്ങളെ അല്ലെങ്കിൽ വേറെ ശിവ സരസ്വതി ലക്ഷ്മി ചൊന്ന പോലത്തെ ദേവറും ചൊല്ലങ്ങനത്തെ ഈ പിന്നെ സംഗതികളൊന്നും ദേവരായിട്ട് നങ്ങ അള്ളാഹു അല്ലാത്തൊരു ഇലാഹായിട്ട് നങ്ങ വിശ്വസിക്കില്ല.
ഇലാഹായിട്ട് ഞങ്ങൾ സ്വീകരിക്കില്ലേണ്ടെങ്കും പുതിയ കാലത്തിൽ ഞങ്ങൾ അള്ളാഹു അല്ലാത്ത വേറെ പല സംഗതിങ്ങളെ ഇലാഹ് രൂപത്തിൽ കാണങ്ങനത്തെ ഒരു ട്രെൻഡ് ഞങ്ങളിടലും വന്നോണ്ടുണ്ടാ എന്ന് ഞങ്ങൾ വളരെ ഗഹനമായിട്ട് ആലോചനാക്കും. ഇണ്ട് മനുഷ്യന്മാർക്ക് സയൻസ് ചൊന്നെങ്കിൽ വലിയൊരു സംഗതിയാണ്. ഇസ്ലാമിൽ ഒരു കാര്യം ചൊന്നെങ്കിൽ അത് അത്ര വേഗം മനസ്സിൽ പിടിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് വേഗം സ്വീകരിക്കുക ഞങ്ങളെ മനസ്സ് കേൾക്കില്ല. അതേ ടൈമിൽ സയൻസ് ഒരു കാര്യം ചൊന്ന് തന്ന സയൻസ് ഇങ്ങനെ ചൊന്നെങ്കിൽ അത് സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ നടപ്പിലാക്കുകയും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. ഉദാഹരണം നോക്കൂ, ഇപ്പൊ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിത്തങ്ങ അല്ലാഹു തആല തങ്ങളുടെ നോമ്പ് പിടിക്കുക ചൊന്ന നോമ്പ് പിടിച്ചിട്ട് അതുക്കുള്ള ബെനിഫിറ്റ് എന്ന് ചൊന്ന ലഅല്ലഹും തത്തഖൂ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവുള്ളൂ, പിന്നെ നാളെ ആഖിറത്തിൽ സ്വർഗ്ഗം കിട്ടുക, നരകത്തിൽ നിന്ന് ബച്ചാവാവുകയുള്ളൂ എന്നെല്ലാം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നമുക്ക് പടിപ്പാട്ടി തന്നാർ. അപ്പൊ ആ പടിപ്പാട്ടി തന്നതനുസരിച്ചിട്ട് നമുക്ക് നോമ്പ് പിടിക്കുക ചിലപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടില്ല. അതേ ടൈമിൽ ഒരു സയന്റിസ്റ്റ് എന്നൊരു ചൊന്നറാ നോമ്പ് പിടിച്ചിട്ടെങ്കിൽ തടിക്ക് നല്ല ആരോഗ്യം, തടിയുടെ പല സീക്കിങ് പോണ്ടു, പിന്നെ തടിയില് വലിയ വലിയ മാരകമായിട്ടുള്ള സീക്കിങ് അല്ല ബണ്ടതിൽ നിന്നിട്ട് മുസ്ലിമീങ്ങ ഈ പിടിക്കുന്നങ്ങനത്തെ ഉപവാസം അല്ലെങ്കിൽ നോമ്പ് അതിൽ നിന്ന് തടയിടിട്ടല്ല ചൊല്ലുമ്പോൾ നമുക്ക് അപ്പൊ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിൽ വലിയൊരു നമ്പിക്കയാണ്. അതായത് സയന്റിസ്റ്റുമാർ സയൻസ് ഒരു കാര്യം ഇങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് അതിൽ വലിയ നമ്പിക്കയും അള്ളാഹും റസൂൽ ചൊല്ലുമ്പോൾ ഒരു നമ്പിക്ക വലിയൊരു രൂപത്തിൽ നമ്പിക്ക വരാത്ത അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ ഞങ്ങളിടലും വ്യാപകമായിട്ടുണ്ടാ എന്ന് ഞങ്ങൾ ആലോചന പുതിയ ജനറേഷനിൽ അങ്ങനത്തെ എല്ലാം ഒരു ആലോചന വന്നുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ സയൻസിന് അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹായിട്ട് ഞങ്ങൾ സയൻസിനെ കാണുന്നത് പോലെയാണ്. അള്ളാഹു ചെന്ന പോലെ കേൾക്കുക നമുക്ക് അത്ര മനസ്സില്ല, സയൻസ് എന്ന പോലെ കേൾക്കുക വലിയ ഒരു മനസ്സ് എന്ന രൂപത്തിൽ. സയൻസാണ് നമുക്കെല്ലാം ഉപകാരാക്കി തണ്ടേണ്ടാണ് ഒരു ഭാവന. സയന്റിസ്റ്റുമാരാണ് ഞങ്ങളെ ഉപകാരാക്കി തണ്ടേ ലഅല്ലഹും യുൻസറൂൻ, ഉപകാര കിട്ടുകയായിട്ട് വേറെ ഇലാഹുമാരങ്ങ് സ്വീകരിക്കാറുണ്ടല്ലോ അള്ളാഹുട് ചൊല്ലി. അപ്പൊ സയൻസാണ് ഞങ്ങൾക്ക് ഉപകാരാക്കട്ടെ, സയൻസാണ് എല്ലാം ആക്കി തണ്ടേ. ഇവിടെ എന്ത് രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ വന്നെങ്കിൽ അതുക്കുള്ള പരിഹാരമുള്ള സയൻസാണ് നമുക്ക് ഉണ്ടാക്കി തണ്ടേ. പക്ഷെ അള്ളാഹു താല ചൊന്നിട്ടില്ല ലായസ്തത്തിയൂന നസ്റഹും, അങ്ങനത്തെ ഒരു അള്ളാഹു അല്ലാത്ത ഒന്നുകും ഞങ്ങൾക്ക് ഉപകാരാക്കുക ഡയറക്റ്റ് ആയിട്ട് അതിക്ക് സ്വന്തമായിട്ട് ഉപകാരാക്കുക സാധിക്കില്ല. അള്ളാഹു താല ശക്തി കൊടുത്തിട്ടു സാമർത്ഥ്യം കൊടുത്തിട്ട് മാത്രമാണ് ആർക്കും കൂടെ ഉപകാരാക്കുക അവിടെ എന്നർത്ഥം. നെക്സ്റ്റ് ആയത്തിൽ അള്ളാഹു താല ചൊല്ലേ, ഓ നബിയെ ഇത്രയെല്ലാം ചൊന്നിട്ടു ഞങ്ങൾ ഇങ്ങനെല്ലാം ഇങ്ങനെല്ലാം വിശദീകരിച്ചിട്ട് നിങ്ങളെ വിരുദ്ധമായിട്ടുള്ള കാര്യാചരണ ഇനിയും നീ പാട്ടിയോണ്ടില്ല. ഇത്രയെല്ലാം ഞങ്ങൾ വിശദീകരിച്ച് ഈ കാഫിരിങ്ങു, പക്ഷെ അങ്ങ് നിങ്ങളെ വിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ ആരോപങ്ങ, നിങ്ങളെ വിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ കുപ്രചാരങ്ങ ഇതൊന്നും നിപ്പാട്ടിയോണ്ടില്ലല്ലേ. അതുകൊണ്ട് അതിൽ വലിയ ടെൻഷൻ അടിച്ച് നിക്കണ്ട. ഞങ്ങ നോക്കിയുള്ള അങ്ങനെ എല്ലാ സംഗതികൾ നമുക്ക് ಗೊತ್ತುಂಡು, അങ്ങനെ കുതന്ത്രങ്ങളെಲ್ಲ നമുക്ക് ಗೊತ್ತುಂಡು, അങ്ങനെ കുതന്ത്രത്തെಲ್ಲ എങ്ങനെ നിപ്പാട്ടുന്നുണ്ട് നക്ക് ಗೊತ್ತುಂಟಾണ്. നെക്സ്റ്റ് അല്ലാഹു തആല ചൊല്ലേ, ഫലാ യഹ്സുൻക ഖൗലുഹും, നബിയെ ഫലാ യഹ്സുൻക നിങ്ങളെ ടെൻഷൻ അടിപാട്ടാണ്ടിക്കട്ട്, ടെൻഷൻ ഉണ്ടാക്കാണ്ടിക്കട്ട്, ഖൗലുഹും അങ്ങനെ പലക്ക അങ്ങനെ ചർച്ചങ്ങ അങ്ങനെ ആരോപങ്ങ നിങ്ങളെ ആക്ബാട്ടാണ്ടിക്കട്ട്. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, ഇന്നാ നഅലമു കണ്ടിത്തമായിട്ട് ഞങ്ങൾ ഗൊന്തുണ്ടു, മാ യുസിറൂന അങ്ങ് ഗുട്ടായിട്ട് എന്തെല്ലാം വെച്ചിറാറ്, വമാ യുഅ്ലിനൂൻ പരസ്യമായിട്ട് അങ്ങ് എന്തെല്ലാം ചൊന്നോണ്ടുള്ളാറ്, അങ്ങ് പരസ്യമായിട്ട് പബ്ലിക്കിൽ എന്തൊരു ചൊന്നോണ്ടുള്ളാറുണ്ടും അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള അങ്ങനെ ലൈഫും അങ്ങനെ പലക്കവും അങ്ങനെ ചർച്ച എന്തിനായിട്ട് ഞങ്ങൾ ഗൊന്തുണ്ടു. ഒരുത്തര ആ ശത്രുമകു കാഫിരിങ്ങള ശത്രുമകുള്ള ഒരു കുത്താണിത്. പ്രൈവറ്റ് ലൈഫിലും അങ്ങനെ ചർച്ചങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു പരമായിട്ടാണ്. നബിത്തങ്ങളെ ഈ പ്രബോധനയും നബിത്തങ്ങ ചൊല്ലിട്ടുള്ള അങ്ങനത്തെ കാര്യമെല്ലാം സത്യമാണെന്നിട്ട് ബോധ്യപ്പെട്ട ആൾമാരാണ്. അങ്ങനെ മനസ്സിലങ്ങ് അംഗീകരിച്ചിരാർ, അല്ലെങ്കിൽ മനസ്സിലങ്ങ് ഗൊന്തുണ്ടു ഇത് സത്യമാണിട്ട്. പക്ഷേ പബ്ലിക്കിൽ അത് ചൊല്ലകു അങ്ങ് ഭർത്തായോണ്ടില്ല, സന്നദ്ധമായോണ്ടില്ല, അങ്ങനെ അധികാര പോണ്ടു, അങ്ങനെ സുഖമായിട്ടുള്ള ലൈഫ് പോണ്ടു എന്നുള്ള ആ ഒരു ബേജാറ് കൊണ്ട് ടെൻഷൻ കൊണ്ടിട്ടു പബ്ലിക്കിൽ അങ്ങ്
നിങ്ങൾക്ക് ವಿರುದ್ಧമായിട്ട് അങ്ങ ಕಾರ್ಯಾಚರಣೆ ಆಯ್ಕೊಂಡ್ಲಾರು. അതുകൊണ്ട് ನಂಗ ಗೊತ್ತುಂಡು അങ്ങനെ പബ്ലിക്കും പ്രൈവറ്റ് എല്ലാം നമുക്ക് ಗೊತ್ತುಂಡು. ನಂಗ ಬೇಣಾಯതുപോലെ അങ്ങനെ ഡീൽ ആക്കട നബിയെ നിങ്ങ ടെൻഷൻ ആക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സമാധാനം ആക്കടങ്ങനത്തെ പലക്കാണ് അല്ലാഹു തആല ഇതിൽ ചൊന്നിട്ടുള്ളത്. നെക്സ്റ്റ് അല്ലാഹു വിശദീകരിക്കട്ടെ. അല്ലാഹു തആല ഈ പല ദൃഷ്ടാന്തങ്ങൾ യാസീനില് മരണാനന്തര ജീവന ഉണ്ടു ചൊല്ലേക്കുള്ളങ്ങനത്തെ ഈ പ്രപഞ്ചത്തിൽ കാണുമ്പോഴത്തെ പ്രൂഫുങ്ങ അള്ളാഹു താല പലതും വിശദീകരിച്ച ആകാശ ലോകത്തുള്ള പ്രൂഫുങ്ങ ഭൂമി ലോകത്തിലുള്ള അടയാളങ്ങ അതുപോലെ പിന്നെ പിന്നെ അതിൽ പിന്നെ അള്ളാഹു താല ആഖിറത്തിലുള്ള സ്വർഗനടക്കത്തെ വിവരണങ്ങൾ ഇതെല്ലാം ചൊന്നല്ല അള്ളാഹു. അപ്പൊ മനുഷ്യകു ഇതിനെല്ലാം ചിന്തിക്കുക ആവില്ലണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള പല ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുക ആവില്ലണ്ടെങ്കിൽ മനുഷ്യകു ഏറ്റവും ചിന്തിക്കുക സ്വന്തത്തിലെ പല അത്ഭുതങ്ങളുണ്ട്. മനുഷ്യരെ സ്വന്തം സൃഷ്ടിയിലെ വലിയ അത്ഭുതങ്ങളുണ്ട്. ಅದರ ಬಗ್ಗೆ ತಿಂಕ್ ಹಾಕಿಂಗ ಅವನಿಗೂ അള്ളാഹുലേക്ക് മടങ്ങുകൂ എളുപ്പമാവൂ എന്ന കാര്യമാണ് നെക്സ്റ്റ് അള്ളാഹു താല ചൊന്നിട്ടില്ലേ. ഖുർആനിൽ അള്ളാഹു താല കേട്ടല്ലേ, ഫഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളെ സ്വന്തത്തിലെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കില്ലേ, നിങ്ങളെ സ്വന്തം സൃഷ്ടി എങ്ങനെയിട്ട്, നിങ്ങളെ ഈ തടി എങ്ങനെ ಕಾರ್ಯಾಚರಣೆ ആക്കിയിട്ടുണ്ടു, നിങ്ങളെ ഈ ഒരു വുജൂദ് അസ്തിത്വ എങ്ങനെ കൂടെ ഉണ്ടു, എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിക്ക് വന്നരേ, എവിടേക്കാണ് നിങ്ങൾ പോയോണ്ടുള്ളേ, നിങ്ങളെ ഈ ഭൂമിയിലുള്ള നിങ്ങളെ കർത്തവ്യം എന്തൊരു, ഇതിനെ ಬಗ್ಗೆ സ്വന്തമായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കില്ലേ എന്ന് അള്ളാഹു താല ഖുർആനിൽ കേട്ടിട്ടുള്ള ആ ഒരു രൂപത്തിലുള്ള വിവരണയാണ് നെക്സ്റ്റ് അള്ളാഹു താല ഇവിടെയും ചൊന്നിട്ടുള്ളേ. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. അവലം യറൽ ഇൻസാൻ, ഈ കാഫിറായിട്ടുള്ള മനുഷ്യ ചിന്തിക്കില്ലേ, അള്ളാഹുടെ നിഷേധിക്കിടങ്ങനത്തെ, അള്ളാഹുടെ സാമർത്ഥ്യത്തെ കുതിരത്തിനെ നിഷേധിക്കിടങ്ങനത്തെ, മരണാനന്തര ജീവനം ഉണ്ടു ചൊല്ലതിരെ നിഷേധിക്കിടങ്ങനത്തെ മനുഷ്യ ചിന്തിക്കില്ലേ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, അവന്റെ തങ്ങ പടച്ചിറാണ്ട് മിൻ നുത്ഫ, ഒരു ചെറിയ മനിയുടെ ഒരു ചെറിയ ഡ്രോപ്പിൽ നിന്നിട്ട് ഞങ്ങൾ അവന്റെ പടച്ചിറാൻ ചൊന്നിട്ടു അല്ലെ. അള്ളാഹു താല മനുഷ്യരെ പടച്ചത് ചെറിയ മനിയുടെ ഒരു ചെറിയ അംശത്തിൽ നിന്നിട്ടാണ്, ഒരു ചെറിയ ഡ്രോപ്പ് അല്ല, ആ ഡ്രോപ്പിലുള്ള എത്രമാ കണത്തിൽ നിന്നിട്ട് എത്രമാ കണങ്ങുണ്ട്, ഒരു ചെറിയ മനിയുടെ ഡ്രോപ്പില് എത്രമാ കണങ്ങുണ്ട്, ആ കണത്തിൽ നിന്നിട്ടുള്ള ഒരു കണത്തിൽ നിന്നാണ് മനുഷ്യരെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ട് മനുഷ്യ ചിന്തിക്കില്ലേ, മനുഷ്യരെ അള്ളാഹു ഉണ്ടാക്കിയേ ചെന്നിട്ട് ഈ മനുഷ്യ ചിന്തിക്കില്ലേ, എന്നിട്ട് ഇത്രയും ചെറിയ എന്തുമില്ലാത്ത നിസ്സാരമായ ഈ മനിയുടെ പിന്നെ വീര്യദ്രവത്തെ ഒരു ചെറിയ കണത്തിൽ നിന്നുണ്ടായ മനുഷ്യ അവന്റെ ഇപ്പത്തെ അവസ്ഥ എന്തേ, ഫൈദാഹുവ ഹസീമുൻ മുബീൻ, അപ്പോൾ തന്നെ അവൻ ഇപ്പൊ എന്തായി വിട്ട വലിയ കുതർക്കാക്കടങ്ങനത്തെ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളങ്ങനത്തെ ദുരഹങ്കാരിയായിട്ടുള്ളങ്ങനത്തെ ഒരു വ്യക്തിയായി വിട്ടല്ലേ. എന്തൊരു അഹങ്കാരാണ് അവന്റെ അല്ലെ. അവൻ വന്നിട്ട് അവന്റെ അസുരം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടെങ്കിൽ എന്തില്ലാത്ത ഒരു അവസ്ഥയാണ്. ഖുർആനിൽ അല്ലാഹു തആല പിന്നർമോത്തിൽ കേട്ടല്ലേ, അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ഷൈആ, മനുഷ്യരെ ഞങ്ങൾ മുന്നൽ ഉണ്ടാക്കുമ്പോ അവന്റെ ആ അസുലവനൊന്നും ചിന്തിച്ചു നോക്കില്ലേ, വലം യകു ഷൈആ, ഒരു സംഗതി ഒരു ചുക്കുമോനായിട്ടില്ല എന്തല്ലേ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മസ്കൂറ, മനുഷ്യക്ക് ഒരു കാല കഴിഞ്ഞു പോയിട്ടല്ലേ, എങ്ങനത്തെ കാല, ഒലം യകു ഷൈഅൻ മസ്കൂറ, ഒരു ചൊല്ലും പോലത്തെ ഒരു സംഗതി ആയിട്ടില്ല അത് അല്ലെ. മനിയുടെ ಬಗ್ಗೆ മനിയുടെ ചെറിയ ഡ്രോപ്പിയുടെ ಬಗ್ಗೆ കൂടാരെങ്കിൽ വലിയ ചർച്ചാക്കിടാറ, ಅದರ ಬಗ್ಗೆ വലിയ പലക്ക് വരിയാറ ഇവിടെ ആരെങ്കിലും, അത് നിസ്സാരമായിട്ട് വളരെ പിന്നെ എന്തും ഒരു വിലക്കില്ലാത്ത സംഗതിയായിട്ടാണ് മനുഷ്യന്മാരുടെ കാണ്ടേ. ആ ഒരു മനിയുടെ വീര്യത്തെ ഡ്രോപ്പിൽ നിന്നിട്ട് ഒരു ചെറിയ ഹനിയിൽ നിന്നിട്ടാണ് മനുഷ്യ ഇവിടെ ഉണ്ടായിട്ടുള്ളേ. അങ്ങനത്തെ ഈ മനുഷ്യ ഇപ്പൊ വലിയ കുതർക്കിയായിട്ടുള്ള അങ്ങനത്തെ തർക്കാക്കുക, അള്ളാഹുടെ വിരുദ്ധ തർക്കാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരുദ്ധ പലക്ക് വരിയോഗു, അഹങ്കാര കാട്ടുക, അസൂയ കാട്ടുക, വലിയ ഹാജായിട്ട് നടക്കുക, ഭർത്തായിട്ടുള്ള അങ്ങനത്തെ ഈ മനുഷ്യ ഒന്ന് ചിന്തിക്കില്ലേ, ഉണ്ട് അസലിന്റെ ಬಗ್ಗೆ ഒന്ന് ചിന്തിക്കില്ലേ, ഞാൻ എത്ര നിസ്സാരമായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഗതി ആയിട്ട് അവിടെ ನಾನು ಬಂದರല്ലേ, അവിടെ ഇങ്ങനെ വലിയായിട്ട് ನಾನು ಬಂದರല്ലേ, ನಾನು സ്വന്തമായിട്ട് നന്റെ ബലിയാക്കിരമ ഒരിക്കലുമല്ല, നന്റെ ഓർത്ത് ബലിയാക്കി ഇങ്ങനെ
പാലനാക്കിയോണ്ട് വന്നരല്ലേ എന്ന് മനുഷ്യ ചിന്തിക്കില്ലേ എന്ന് അള്ളാഹു കേക്കടെ. എന്നിട്ട് ഫൈദാഹുവ ഹസീമും മുബീൻ, അവനിപ്പ വ്യക്തമായിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇപ്പൊ അവന് തർക്കാക്കുക വന്നിട്ടുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിൽ ഉബയ്യ് ഇബ്നു ഖലഫ് ചൊല്ലെ വലിയ ശത്രു ഒരിക്ക നബി തങ്ങളെ മുട്ട വന്നിട്ട് അവനൊരു എല്ലിടെ പീസ് അവനിങ്ങനെ എടുത്ത വന്നു. എല്ലിടെ പീസ് എടുത്ത വന്നു, ഒരു അലക്ക എന്തുമില്ലാത്ത ചീഞ്ഞു പോയങ്ങനത്തെ ഒരു എല്ലിടെ പീസ്, നുറുമ്പിപ്പോയങ്ങനത്തെ ഒരു എല്ലിടെ പീസ് കൊന്നിട്ട് നബിത്തങ്ങളെ മുട്ട കൊന്നിട്ട് അതിലെ പൊടി പൊടി ഇങ്ങനെ ആക്കിയ. എന്നിട്ട് അവൻ നബിത്തങ്ങളുടെ കേട്ട ഈ പൊടി പൊടിയായി പോണ്ടങ്ങനത്തെ ഈ എല്ലിടെ പീസ് ഇങ്ങനത്തെ സംഗതികൾ അള്ളാഹു താല ജണ്ടാമത് പുനർജന്മാക്കിട, ജണ്ടാമത് ഇതിലെല്ലാം ജീവിപ്പിക്കണട്ടാണ് നീ ആണോ നീ ചൊന്നിട്ടില്ലേ എന്ന് അവന് കേട്ട. അപ്പൊ അവനക്ക് റിപ്ലൈ ആയിട്ടുമാണ് ഈ ആയത്ത് വന്നത്. അപ്പൊ ആറ് ഈ അള്ളാഹുടെ നിഷേധിക്കണങ്ങനത്തെ നബിത്തങ്ങനെ നിഷേധിക്കണങ്ങനത്തെ ആർക്കുമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്രയും നിസ്സാരമായ ഒരു സംഗതിയിൽ നിന്ന് ബന്ധങ്ങനത്തെ മനുഷ്യ ഇപ്പെന്തരാക്കിക്കൊണ്ടുള്ള അവನು ഭയങ്കര കുതർക്കവും അഹങ്കാരത്തിലുള്ള എന്ന് മാത്രല്ല വളറബലന മസലൻ, ഇപ്പ അവನು നങ്ങു സമാനമായിട്ട് പല ആൾമാറുള്ളാറുണ്ട് അവൻ ചൊന്നിട്ടില്ല. വളറബലന നങ്ങുകവണു ആക്കിറ മസലൻ സമാനമായിട്ടുള്ള ആൽമാർ ഇപ്പ അവനുക്ക് നങ്ങുക്ക് ശരീക്കായിട്ട് നങ്ങുക്ക് പാർട്ട്ണറായിട്ട് ആ ദേവറുണ്ടു ഈ ദേവറുണ്ടു, ഇതെല്ലാം ഇതെല്ലാം ഇലാഹാണ് അവന് ചൊന്നിട്ടില്ല. സയൻസ് ഇലാഹാണ്, സയൻസേ നക്ക് മെയ്യാവൂ, സയൻസ് ചൊന്ന പോലെ എന്നാണ് കേട്ട് ജീവിക്കട എന്നല്ലേ പുതിയ കാലത്തിൽ മൂർത്തി പൂജ ആക്കടങ്ങ കൊറടിയാണ്. എഡ്യൂക്കേറ്റഡ് ആയ ആൾമാരൊന്നും മൂർത്തി പൂജ അല്ല ആക്കടെ, അങ്ങ് ഈ സയൻസ് പൂജയാണ് ആക്കിയോട്ടുള്ളത്. അപ്പൊ നക്ക് സയൻസ് മെയ്യാവും, നക്ക് സയൻസ് ചൊല്ലതല്ല മാത്രമേ നേരാവിടെ, ബാക്കി ഖുർആാനും അള്ളാഹും റസൂലും ചൊന്നതൊന്നും നേരല്ല. സയൻസിന് അനുസരിച്ചിട്ട് ചൊന്നതെല്ലാം നേരാവിടും, അല്ലാത്തൊന്നും നേരാവില്ല എന്ന രൂപത്തിൽ സയൻസിന്റെ ദേവറായിട്ട് കാണങ്ങനത്തെ പുതിയ ജനറേഷനും. അപ്പൊ അങ്ങ് സയൻസിലെ അള്ളാഹുക്ക് സമാനമായിട്ടുള്ള ഇലാഹായിട്ടാണ് അങ്ങ് കണ്ടോണ്ടില്ലേ. അതാണ് ചൊന്നിട്ടുള്ളത് ഒലറബലന മസലൻ, നമുക്ക് സമാനമായിട്ട് വേറെ പല സംഗതി കൊണ്ടുണ്ടോ ചൊന്നിട്ടില്ല. മനസ്സിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പിടമേ അവന് മറന്നുപോയിടാ, ഞാൻ എവിടെ ബന്ധരേട്ട് അവന് മറന്നുപോയിടാ, അവന്റെ സൃഷ്ടിപ്പിടെ അവന് മറന്നുപോയിടാ. ചെറിയ നുത്തുഫത്തിൽ നിന്നിട്ട് നിർജീവമായിട്ടുള്ള നുത്തുഫത്തിൽ നിന്നിട്ട് നിർജീവമായിട്ടുള്ള വീര്യ ബിന്ദുവിൽ നിന്നിട്ട് ഉണ്ട് ഞങ്ങൾ ഉണ്ടാക്കിറാച്ചുള്ള ആ ഒരു അസുലിന്റെ മേ അവന് മറന്നുപോയിടാ. കാല എന്നിട്ട് അവന് കേക്കട, അവന് ക്വസ്റ്റ്യൻ ആക്കട, ഈ എല്ല് കഷ്ണങ്ങളെ, ഈ എല്ല് നുറുമ്പിപ്പോയങ്ങനത്തെ വഹിയ റമീം ചീഞ്ഞു പോയങ്ങനത്തെ ഈ എല്ലുങ്ങളെല്ലാം ആരാണ് രണ്ടാമത് ജീവിപ്പിക്കടേ. അതായത് മനുഷ്യ ജീർണിച്ചു പോയിച്ചിട്ട് മറിച്ചൽ പിന്നെ അവന്റെ തടിയെല്ലാം ജീർണിച്ചിട്ട് അവന്റെ എല്ലും മുല്ലെല്ലാം പിന്നെ ചീഞ്ഞു പോയാൽ പിന്നെ ആരാണ് രണ്ടാമത് അവന്റെ ജീവിപ്പിക്കടേ ചൊന്നിട്ട് അവന് ഭാര്യ അഹങ്കാരത്തിൽ ഒരു ക്വസ്റ്റ്യൻ കേൾക്കട. മരണാനന്തരങ്ങൾ ജീവൻ ഉണ്ടുട്ടി എങ്ങനെ ചൊല്ലാറുണ്ട്, എങ്ങനെ ചൊല്ലുകാവുണ്ട്, ഇതെല്ലാം രണ്ടാമത് പണ്ടതൊക്ക എന്ന രൂപത്തിൽ അവന് ക്വസ്റ്റ്യൻ കേൾക്കട. ಅದಕ್ಕೆ റിപ്ലൈ ആയിട്ട് അള്ളാഹു താൻ നബി തങ്ങളുടെ ചൊല്ലുക ചൊല്ലേ, കുൽ നബിയെ ചൊല്ലറു യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ഓ നബിയെ അവനോട് ചൊന്നു കൊടുക്കറു ഈ അഹങ്കാരത്തെ ക്വസ്റ്റ്യൻ കേൾക്കണോണ്ട ചൊന്നു കൊടുക്കറു. യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആ എല്ലുങ്ങളെ ആരാണോ ഫസ്റ്റ് ഉണ്ടാക്കിരേ അവനേറ്റിക്കറ ഇതിരെ രണ്ടാമത് ജീവിപ്പിക്കടേ. ഈ എല്ല് മുല്ലു എർച്ചു കൂടി അങ്ങനത്തെ മനുഷ്യരെ ഫസ്റ്റ് അല്ലാഹു ഉണ്ടാക്കുമ്പോ അവನು ഒന്നും നിന്നിട്ടില്ല ಅಂತಲ್ಲ, എന്തും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നിട്ടല്ലേ അവൻ ഉണ്ടാക്കിയത്. എന്തുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവൻ ഉണ്ടാക്കുക അവിടെ ഉണ്ടായെങ്കിൽ ഇതെല്ലാം ജീർണിച്ചിട്ട് നശിച്ചു പോയാൽ പിന്നെ അവന്റെ രണ്ടാമത് ഉണ്ടാക്കുന്നത് വലിയ അള്ളാഹു കഷ്ടമാണ്, ഒരിക്കലും കഷ്ടമല്ല. ഫസ്റ്റ് ഉണ്ടാക്കിയവനക്ക് രണ്ടാമത് ഉണ്ടാക്കട ചൊല്ലത് വലിയ കഷ്ടമാണ്. ഫസ്റ്റ് സൃഷ്ടിച്ചവനക്ക് രണ്ടാമത് സൃഷ്ടിക്കട ചൊല്ലത് ഒരു കഷ്ടത്തെ വിഷയമാണ്, അതൊരു കഷ്ടത്തെ വിഷയമേ അല്ല. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ നമ്മുത്തുള്ള അങ്ങനത്തെ സൃഷ്ടിയാക്കുകവണു നല്ല ഗൊന്തുള്ളവണായിട്ടിക്കറ, അതിൽ എക്സ്പേർട്ട് ആയിട്ടിക്കറ അള്ളാഹു താല. ഏത് ടൈപ്പിലുള്ള സൃഷ്ടിയും അവൻ ഉണ്ടാക്കുക അവിടെ അല്ലെ. ഈ ലോകത്തിലെ നോക്കി എന്തെല്ലാം ടൈപ്പ് സൃഷ്ടികളാണ് ലോകത്തിൽ കാണുക അവിടെ. ഇതെല്ലാം അള്ളാഹു താല എന്തും ആക്കുക അവിടെ ചൊല്ലത് കൊല്ല വലിയ പ്രൂഫ് അല്ലേ. മനുഷ്യക്ക് ഇത് ലോകത്ത് നോക്കി ചിന്തിക്കുക അല്ലേ.
നോക്കൊരു എങ്ങനത്തെ സൃഷ്ടി അവന് സൃഷ്ടിച്ചതാ. അതൊക്കെ ഉദാഹരണമാണ് നെക്സ്റ്റ് ചൊല്ലേ. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ. അല്ലദീ എങ്ങനത്തെ അല്ലാഹു ആണവನು ജഅല ലക്കും നിങ്ങൾക്ക് ആക്കി തന്നറ മിനശ് ശജരിൽ അഖ്ളരി പച്ച മരത്തിൽ നിന്നിട്ട് ആക്കി തന്നറ നിങ്ങൾക്ക് നാറൻ തീടാക്കി തന്നറ. ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. ആ പച്ചമരത്തിൽ നിന്നിട്ടാണ് പിന്നെ നിങ്ങൾ തീ കത്തുപാട്ടിയോണ്ടില്ലേ. പച്ചമരത്തിൽ നിന്ന് തീ കത്തുപാട്ടിയോണ്ടില്ലേ. അതായത് മരത്തെ രണ്ട് ടൈപ്പുള്ള വ്യാഖ്യാനം ഇവിടെ നടത്തുകയാണ്. ഒന്ന്, മരത്തിൽ നിന്നിട്ട് മരത്തെ കോൾഡ് പീസ് ഞങ്ങൾ തീക്കായിട്ട് ഞങ്ങൾ യൂസ് ആക്കട. യഥാർത്ഥത്തിൽ ആ മര അത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ തന്നിരംശ കൂടി അങ്ങനത്തെ ഒരു വസ്തുവായിട്ടല്ലേ മറയുന്നേ. തന്നി ഇന്നവിടെ എപ്പെങ്കിലും തീ പിടിക്കുകൊണ്ട? ഒരിക്കലും തീ പിടിക്കല്ലേ. പച്ച പോലും തീ പിടിക്കല. എന്തുകൊണ്ട് പിടിക്കില്ലല്ലേ? കാരണം എന്തുകൊണ്ടിട്ടു? അതിൽ തന്നിരംശം ഉണ്ട്. തന്നിയും തീയും പരസ്പര വിരുദ്ധമായ സംഗതിയാണ്. പക്ഷെ അതേ പച്ചക്കോളുടെ പിന്നൊരവസ്ഥക്കാക്കിയിട്ട് വണങ്ങിയൊരവസ്ഥക്കാക്കിയിട്ട് അതിൽ തീവണ്ട പോലെ അള്ളാഹു ആക്കുകയിത്തല്ലേ. അപ്പോ ഏതൊരവസ്ഥയിൽ നിന്ന് ഏതൊരവസ്ഥക്കും അള്ളാഹു ചേഞ്ച് ആക്കുക ചൊല്ലുക്കുള്ള വലിയ തെളിവല്ലേ എന്നാണ് അള്ളാഹു താല ചൊല്ലുക്കില്ലേ. എങ്ങനത്തെ അവസ്ഥ ബദലാവണയും അള്ളാഹു ആക്കുക അവിടല്ലേ എന്ന് മാത്രല്ല, അറബിങ്ങളെ ഇടയില് അറബിങ്ങ അങ്ങ് പണ്ട് തീ കത്തുപാട്ട് കുറിച്ച് രണ്ട് കോൾഡ് അങ്ങ് യൂസ് ആക്കി പച്ച കോലുങ്ങളെ യൂസ് ആക്കിയിട്ട് അങ്ങ് തീ കത്തുപാട്ടി വിന്നാറില്ല, തീ ഉണ്ടാക്കി തിന്നാറില്ല. അതിರ ಬಗ್ಗೆ ಟೀಕರೂಡೆ ಚೊಂದರೆ 8 വ്യാഖ്യാനം. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ തന്നിറംശമുള്ള അങ്ങനത്തെ പച്ച മരത്തിൽ നിന്ന് പച്ച കോലുകളിൽ നിന്നിട്ട് തീ ഉണ്ടാക്കുക നിങ്ങൾക്ക് വ്യവസ്ഥ ആക്കി തന്ന അള്ളാഹു, ആ അള്ളാഹു എങ്ങനത്തെ ടൈപ്പിലുള്ള സൃഷ്ടിയും അവനക്ക് ഉണ്ടാക്കുക അവിടെ ഉണ്ടു നിങ്ങൾക്ക് ചിന്തിക്കുകയില്ലേ. പിന്നെ നിങ്ങൾ ഈ നുറുമ്പിപ്പോയതിൽ നിന്ന് അള്ളാഹു രണ്ടാമത് എങ്ങനെ ജീവിപ്പിക്കിടാണ്ട് നിങ്ങൾ കേക്കിട. ആ ക്വസ്റ്റ്യനക്ക് അർത്ഥം ഉണ്ടായിട്ടാണ് അള്ളാഹു തല കേട്ടിട്ടില്ലേ. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. ഇനിയും അല്ലാഹു തആല ചിന്തിപ്പിക്കട്ടെ. അവലൈസ الذي خلق السماوات والأرض, ആകാശ ഭൂമികളെ ഈ കാണങ്ങനത്തെ ബൃഹത്തായിട്ടുള്ള അങ്ങനത്തെ വലിയതായിട്ടുള്ള അങ്ങനത്തെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവണു ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും, ഇങ്ങനെ പോലത്തെ നിസ്സാരമായിട്ടുള്ള സൃഷ്ടികളെ ഉണ്ടാക്കുക അവനക്ക് സാധ്യയില്ലേ. ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസ്. അല്ലാഹു തആല ഖുർആനിൽ പിന്നെ ഒരു മോത്തിൽ ചൊല്ലിട്ടില്ല. ആകാശ ഭൂമികളെ ഉണ്ടാക്കണതായിട്ട് ഈ മനുഷ്യന്മാരെ ഉണ്ടാക്കണത് കാണാൻ ഏറ്റവും പിന്നെ വലിയ ടാസ്ക്. അങ്ങനത്തെ ആകാശ ഭൂമികളെ ഉണ്ടാക്കി അങ്ങനത്തെ അള്ളാഹു ഈ നിസ്സാരമായ മനുഷ്യന്മാരെ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വിഷയമാണ്. അവനക്ക് ഉണ്ടാക്കുക ആവില്ലേ? അതൊക്കെ അവനക്ക് സാധ്യമില്ലേട്ടാണ് അള്ളാഹു കേൾക്കണേ. വലാ ഒക്കെ അവനക്ക് സാധ്യമുണ്ടു. അവൻ അതൊക്കെ ശക്തനാണ്, സമർത്ഥനാണ്. ഹുവൽ ഖല്ലാഖുൽ അലീം. എങ്ങനത്തെ രൂപത്തിലും സൃഷ്ടിക്കുക ഉടങ്ങനത്തെ വല്ലാതെ സൃഷ്ടിക്കടവനാണ് അവന്. അല്ല അലീം, എന്തും ഗുന്തുള്ളവനാണ് അവന്, എല്ലാം ഗുന്തുള്ളവനാണ്. ഇന്നമാ അവന്റെ സൃഷ്ടിച്ചുള്ള കാര്യം എത്ര സുലാഭമോ കുറു. അവനക്ക് സൃഷ്ടിക്കുക വലിയ ചെമ്മ ടൈം എന്തും വേണിട്ടില്ല. ദുനിയാവിൽ മനുഷ്യക്ക് ഒരു കാര്യം ഉണ്ടാക്കുക എത്ര ടൈം വേണു, അതിരെ പ്ലാൻ ആക്കണു, ಅದಕ್ಕೆ ಬೇಣಾಯ ವಸ್ತುಗಳ സംഗ്രഹ ആക്കണു, അത് ഉണ്ടാക്കുകില്ല ആൾമാർ ഒരുമിച്ച് കൂട്ടണു, എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ടൊന്ന് പരീക്ഷയാക്കി നോക്കണു. എന്തെല്ലാം സ്റ്റേജുകൾ കഴിഞ്ഞിട്ടാണ് ഒരു വസ്തു ഉണ്ടായി വണ്ടേ ദുനിയാവിൽ മനുഷ്യന്മാർക്ക്. പക്ഷേ അള്ളാഹു എത്ര സുലാഭാണ് ഉണ്ടാക്കിയ ഒരു സംഗതി. ഇന്നമാഹു, അവന്റെ അവസ്ഥ എന്തുകൊണ്ടുണ്ട ഇതാ അറാദ ഷൈഅൻ, ഒരു വസ്തു ഉണ്ടാവണു ചൊന്നിട്ട് അവൻ ഉദ്ദേശിച്ചാണ്ടായെങ്കിൽ അവന്റെ ಕಾರ್ಯ ಅವನಾಕಡಂಗಂತೆ ಅವನ್ಡೆ ಆ ರೂಪ ಹೆಂಗನೆ ಚೊಂದೆಂಗಿ ಅಯ್ಯಕೂಲ ಲಹು ಕುನ್ ಫಯಕೂನ್, ಕುನ್ ಫಯಕೂನ್. അയ്യക്കൂല ലഹു, ആ വസ്തുരട്ട അവന് ചൊൽഡ, കുൻ ഉണ്ടാവുണ്ട് ചൊൽഡ, ഫയക്കൂൻ അപ്പോൾ തന്നെ അത് ഉണ്ടാവുള്ളൂ. അത്ര ഉള്ള ഉണ്ട് വിഷയം. ഉണ്ടാവുണ്ട് ചൊന്നി ഉണ്ടാവുള്ളൂ. അത് പിന്നെ സാധാരണ അല്ലാഹു തആല ഏതൊരു വസ്തു ഉണ്ടാക്കുമ്പോ ഈ രൂപത്തിലാണ് ഉണ്ടാക്കണേന്ന് വിചാരിക്കണ്ട. നീ ഉണ്ടാവും ചൊന്നിട്ടല്ല ഉണ്ടാവുന്നുണ്ട് അങ്ങനല്ല. അത്ര സ്പീഡിലാണ് അള്ളാഹുടെ സൃഷ്ടികാര്യം നടക്കടേ. സൃഷ്ടിക്കടേ ചൊല്ലുന്നത് അത്ര സ്പീഡിലാണ്. എത്രയും വേഗം അള്ളാഹു താല ഉണ്ടാക്കുക ഉള്ളൂ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഇങ്ങനത്തെല്ലാം സൃഷ്ടികാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക അങ്ങനത്തെ റബ്ബു. സുബ്ഹാന, അവനെത്ര പരിശുദ്ധനാണ്, അവന്റെ കാര്യത്ര അത്ഭുതമാണ്. അല്ലദീ എങ്ങനത്തോണാണ് ബിയദിഹി,
നിയന്ത്രണത്തിലായിട്ടിക്കറ്, അവന്റെ കൺട്രോളിലായിട്ടിക്കറ്, അവന്റെ കയ്യിലായിട്ടിക്കറ്. മലക്കൂത്തു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുങ്ങളെയും കൺട്രോളു, നിയന്ത്രണ, എല്ലാ വസ്തുങ്ങളെ കാര്യനിർവഹണ അള്ളാഹുടെ കയ്യിലായിട്ടിക്കറുല്ലേ. എല്ലാ വസ്തുങ്ങളെ, എല്ലാ കാര്യത്തെ മാനേജറാണ് അള്ളാഹു താല. എല്ലാ വസ്തുങ്ങളെയും മാനേജ് ആക്കിക്കൊണ്ടുള്ള, കൺട്രോൾ ആക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ ആലയിട്ടിക്കറ അള്ളാഹു താല. അങ്ങനത്തെ ഉണ്ട് ഒരു കാര്യം എന്തൊരു അത്ഭുതമാണ് അല്ലെ. ദുനിയാവിൽ ഒരു വലിയ കമ്പനിന്റെ മാനേജർ എന്ന് ചൊല്ലുമ്പോൾ ഞങ്ങൾ അത്ഭുതമാവും. കാരണം അവൻ എന്തെല്ലാം നിയന്ത്രണാക്കിക്കൊണ്ടില്ല, എത്ര സ്റ്റാഫിടെ നിയന്ത്രണാക്കിക്കൊണ്ടില്ല, അവിടെ പ്രൊഡക്റ്റുകളെല്ലാം എങ്ങനെ നിയന്ത്രണാക്കിക്കൊണ്ടില്ല, ഞങ്ങൾക്ക് അത്ഭുതമാവും. എന്നാൽ തീരാത്തെ, കണ്ടുപിടിച്ച് തീരാത്ത അങ്ങനത്തെ ഈ മഹാവിശ്വത്തെ, മഹാലോകത്തെ മാനേജ് ആക്കിക്കൊണ്ടുള്ള റബ്ബുടെ ഒരു കാര്യം എത്ര അത്ഭുതമാണ്. അതാണ് അള്ളാഹു പറഞ്ഞിട്ടില്ലേ, ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ. എല്ലാത്ത മാനേജ്മെന്റ് തന്റെ കയ്യിലായിട്ടുള്ള അങ്ങനത്തെ റബ്ബു, അവന്റെ കാര്യം എത്ര അത്ഭുതമാണ്. അങ്ങനത്തെ റബ്ബു വൈലൈഹി തുർജഊൻ, അവനിലേക്കാണ്, അവന്റെ മുട്ടയിട്ടിക്കറാറ് തുർജഊൻ, നിങ്ങൾ മടങ്ങി പോകില്ലേ. അങ്ങനത്തെ വലിയ ഇലാഹിടെ മുട്ടയിട്ടിക്കറ് നിങ്ങൾ മടങ്ങി പോകില്ലേ. ആ ഒരു പേടി നിങ്ങളെ മനസ്സിലിക്കട്ടിട്ടാണ് അവസാനമായിട്ട് യാസീൻ സൂറത്ത് ചൊല്ലൂല്ലേ. അപ്പൊ അവിടെ ഞങ്ങളെ ഈ യാസീൻ സൂറത്തിലെ വ്യാഖ്യാനത്തെ ക്ലാസ് ഈ നാളിൽ അവസാനിച്ചിട്ട് അള്ളാഹു തആല ഇത്രത്തോളം ചൊന്നതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. യാസീനിൽ ചൊന്നങ്ങനത്തെ വിഷയല്ല അള്ളാഹു തആല ഞങ്ങളെ കൽബുകു, അത് കൽബുലു ഉറച്ചു നിൽക്കണങ്ങനത്തെ രൂപത്തിൽ അള്ളാഹു തആല ആക്കി തരുമാറാകട്ടെ. ആഖിറത്തെ ബോധ, മരണാനന്തര ജീവനുണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങുണ്ട്. അതല്ലേ അവസാനമായിട്ട് യാസീൻ ചൊന്നി, വൈലേഹി തുർജഊൻ, അള്ളാഹുവിലേക്കാണ് നിങ്ങൾക്ക് മടങ്ങുകില്ലേ, അള്ളാഹുടെ അപ്പുറമേ നിങ്ങൾക്ക് റിട്ടേൺ പോകുണ്ടു എന്നൊരാശയമാണ് അവസാനമായിട്ട് യാസീൻ സൂറത്തിൽ ചൊന്നി. ആ ഒരു ബോധ എപ്പോഴും എല്ലാ നിമിഷവും അള്ളാഹു തആല ഞങ്ങളെ മനസ്സിൽ സദാസമയം ഇട്ട് തരട്ടെ. ഇൻഷാ അല്ലാഹ് നാലിൽ പിന്നെ നമുക്ക് ആമന റസൂൽ, ഞങ്ങൾ സാധാരണ ഓതരങ്ങനത്തെ ആമന റസൂൽ ബഖറ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തങ്ങ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.